നമ്മുടെ ഗ്രാമങ്ങളിൽ ഒടിയനും മഷിനോട്ടക്കാരനും മന്ത്രവാദിയും വെളിച്ചപ്പാടും ഒക്കെ ഉണ്ട്. ആ ദേവിക്ക് ഒറ്റ കണ്ണുണ്ടായിരുന്നു, ദേവി വിഗ്രഹമാണ്. ആ കണ്ണ് മിന്നുന്ന പോലെ തോന്നിയെന്നാണ് പറഞ്ഞു. അപ്പം ഞാൻ തമാശ പറഞ്ഞു, നിങ്ങൾ വെള്ളമടിച്ച് ഫിറ്റായിട്ട് തോന്നിയതായിരിക്കും. ആരെന്ന് പറഞ്ഞാൽ അല്ല സേതു, അതിനകത്ത് എന്തുണ്ട്. അപ്പം നമ്മളൊരു 6-7 വയസ്സിന് മുമ്പ് കണ്ട സ്വപ്നങ്ങളാണ് ഒരാളുടെ സ്വഭാവം രൂപീകരിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന വായനക്കാരന് എന്നേക്കാൾ കൂടുതൽ വിവരവും അറിവും ഉണ്ടെന്നാണ്. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ റൈറ്റർ ടു ഇൻസൈറ്റ് ദി ഇമാജിനേഷൻ ഓഫ് ദ റീഡർ. നമ്മൾ ഈ പറഞ്ഞ പോലെ നാട്ടുംപുറങ്ങളിൽ ചുറ്റിപ്പറ്റി ഒരുപാട് മിത്തുകൾ ഉണ്ടാവും. ഇതൊന്നും മാർക്വിസോ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യമൊന്നും അല്ല. അർണവൾ എന്തൊക്കെ എഴുതിയ അർണവൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ഒടിയനും മഷിനോട്ടക്കാരനും മന്ത്രവാദിയും വെളിച്ചപ്പാടും ഒക്കെ ഉണ്ട്. കുട്ടിക്കാലത്ത് പറയുന്നത് ആ വഴികൾ പോവല്ലേ, രാത്രി പോവല്ലേ, സെക്കൻഡ് ഷോ സിനിമ ഉണ്ടായിക്കട വരല്ലേ. ഇന്നിപ്പോൾ എല്ലായിടത്തും വെളിച്ചമായി. എൻ്റെ നാട്ടിലൊക്കെ അക്കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. ഞാൻ കോളേജ് എഡ്യൂക്കേഷൻ കഴിയുന്നവരെ എൻ്റെ വീട്ടിൽ മണ്ണെണ്ണ വിളക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഏരിയയിലൊക്കെ ഇലക്ട്രിസിറ്റി വന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇരുട്ട്, കാറ്റ്, മഴ എന്നൊക്കെ പറഞ്ഞാൽ ആ 3 മാസത്തെ മൺസൂൺ പീരീഡ് സ്കെയറിയാണ്. കാരണം നമുക്ക് ഇത്തിരി ഇമാജിനേഷനുള്ള ആൾക്ക് എന്ത് വേണേൽ സങ്കല്പിക്കാം. യക്ഷിയെ കാണാം. ഞങ്ങളുടെ വീടിൻ്റെ എൻ്റെ ഇവിടെയല്ല, തറവാടിൽ മുൻവശത്ത് വലിയൊരു പാലയുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെയൊക്കെ ഓരോരുത്തർ പറഞ്ഞ് വിശ്വസിക്കും ആ പാലയുടെ മുകളിൽ യക്ഷിയുണ്ടെന്നാണ് പറഞ്ഞ് വിശ്വസിക്കും. പാല പൂത്ത് കഴിഞ്ഞാൽ അത് യക്ഷിയെന്ന് പറയും. അപ്പം ഇതുപോലെ ഇത്തരം മിത്തുകളും ലെജൻഡ്സും എല്ലാം എല്ലാ രാജ്യത്തും ഉണ്ട്. തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ മാർക്വിസ് എഴുതിയപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് എഴുതിയെന്ന് വന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ നിന്നാണ് നമ്മുടെ ഒരു ഫോർമേഷൻ, നമ്മുടെ രൂപീകരണം അതിൽ നിന്നാണ്. കുട്ടിക്കാലത്തെ ആരോ എഴുതിയിട്ടുണ്ട്, നമ്മളൊരു 6-7 വയസ്സിന് മുമ്പ് കണ്ട സ്വപ്നങ്ങളാണ് ഒരാളുടെ സ്വഭാവം രൂപീകരിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫോർമേറ്റീവ് ഏജ് എന്ന് പറയുന്നത് അതാണ്. നമ്മളപ്പോൾ ക്യാപ്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ബൈ ചെയ്യുന്ന പലതും നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനെ എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഈ ആധുനികത എന്നുള്ളത് ഈ പാശ്ചാത്യ ആധുനികതയിൽ നിന്ന് എങ്ങനെയാണ്? അല്ല, അതിൽ പലരെയും ഇപ്പം ഞാൻ പേരൊന്നും പറയില്ല, പലരെയും മറ്റവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അസ്തിത്വവാദം, ഞാൻ അതിൻ്റെ പുറകെയൊന്നും പോയിട്ടില്ലല്ലോ. ഞാൻ അതിൻ്റെ പുറകെ ഒരിക്കലും ജീവിതത്തിന് അർത്ഥമില്ലാന്നോ അങ്ങനെയുള്ള ഒന്നും പോയിട്ടില്ല. ഞാൻ പ്യുവർലി ഇന്ത്യൻ ഭാരതീയമായ അനുഭവങ്ങളിൽ നിന്നും കൺസെപ്റ്റുകളിൽ നിന്നും ബിലീഫുകളിൽ നിന്നും അതിനെ ക്യാപ്ചർ ചെയ്താൽ പോയിട്ടുള്ളത്. നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും അങ്ങനെയാണ് പോയിട്ടുള്ളത്. അല്ലാണ്ട് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സ്വാധീനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏത് കാലത്ത് എന്തൊക്കെ വായിച്ചാലും ഒരു ഘട്ടത്തിൽ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ സ്വാധീനിക്കും. അത് പകർത്തെഴുത്തിലോ അല്ലാതെ വേറെ ഒന്നും അല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ നോവൽ വായിച്ചൊരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ ചില ഭാഗങ്ങൾ ഉള്ളിൽ നമ്മളറിയാതെയാണ്, അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനെ കോപ്പി അടിക്കുകയോ മോഷണമൊന്നുമല്ല. അതുകൊണ്ട് ഈ പാണ്ഡവപുരത്തിലെ ദേവി പാഞ്ചാലിയുടെ രൂപമുണ്ട്. അതെ, അല്ല അത് സ്വാഭാവികമാണല്ലോ. ഇപ്പം ഈ പറഞ്ഞ പോലെ അർച്ചന സായിനി എന്നാണ് പഞ്ചാബി കവി, കാനഡയിലെ അവരുടെ തീസിസിൻ്റെ പേര് തന്നെ മ്യൂട്ടേഷൻ ഓഫ് ദ്രൗപദി എന്നാണ്. അതിൽ പാണ്ഡവപുരത്തിനെ പറ്റി 20 പേജാണ്. MTയുടെ 2ാം എഴുത്തിനെ പറ്റിയും PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ അതിനെപ്പറ്റിയൊക്കെ കഷ്ടിച്ച് 2-3-4 പാരഗ്രാഫേ ഉള്ളൂ. 22 പേജാണ് അതിനെ പറ്റിയുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പരിചയപ്പെടുന്നത്. അവർ പറയുന്നത് ദ വേ യു ഹാവ് അപ്രോച്ച് ദി ആഗണി ഓഫ് പാഞ്ചാലി, അല്ല നമ്മൾ ധർമ്മസങ്കടം ഉണ്ടല്ലോ, അതിനെ ശരിക്കും അതാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്.
പാഞ്ചാലിയുടെ കൺസെപ്റ്റായിട്ട് നമുക്ക് കാണാമല്ലോ. അങ്ങനെയായാലും നമ്മൾ പാണ്ഡവപുരം എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്. പിന്നീടും കേട്ട് കർണാടകത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പാണ്ഡവപുര എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മിത്തിക്കൽ പ്ലേസ് എന്ന് പറയുന്നത് അതിൽ ഞാൻ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു കാലത്ത് ഞാൻ പൂനെയിൽ വർക്ക് ചെയ്യുന്ന 61-ലാണ് ഞാൻ പൂനെ. 19-ാമത്തെ വയസ്സിൽ പൂനെ ജോലിക്ക് വേണ്ടി പോയതാ വിത്ത് ഡിഗ്രി. അത് കഴിഞ്ഞ് ഓൾദോ ഐ വാസ് ദ ഓൺലി സൺ ആൻഡ് വി ആർ ഫെയർലി കംഫർട്ടബിൾ. എന്നാലും ഐ വാണ്ടഡ് ടു സീ ദ ഔട്ട്സൈഡ് വേൾഡ്. അങ്ങനെ ഞാൻ പൂനെയിൽ പോയത്. അപ്പം ഞാൻ ഡിഫൻസ് അക്കൗണ്ട്സിലായിരുന്നു, സിവിലിയൻ അക്കൗണ്ട്സ്. അപ്പോൾ അവിടെ നിന്ന് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ട്രാൻസ്ഫർ ചെയ്ത് മധ്യപ്രദേശിലെ കട്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ജബൽപൂരിന് അടുത്തായിട്ടുള്ള. അപ്പോൾ അവിടെ ഒരു അമ്യൂണിഷൻ ഫാക്ടറി ഉണ്ട്. അപ്പം ഞാനവിടെ ചെല്ലുന്നത് ഭയങ്കര പീക്ക് വിൻ്ററാണ്. അപ്പോൾ അക്കാലത്ത് നമ്മൾ പൂനെന്ന് സാധാരണ സ്വെറ്ററായിട്ടാണ് പോകുന്നത്. അവിടുത്തെ വിൻ്റർ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഒരു 6-7 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ആ പ്രായത്തിൽ പോലും നിൽക്കാൻ പറ്റില്ല. ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനാണെങ്കിൽ പയ്യൻ 19-20 വയസ്സായിരുന്നു. അപ്പോൾ ആ പീരീഡിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് അവിടെ ഒരു പണ്ട് കാലത്ത് ഒരു മിലിറ്ററി അവർ ഛാവനി എന്ന് പറയും, ഒരു കൻ്റോൺമെൻ്റ് ആയിരുന്നു അവിടെ. അവർ പട്ടാളക്കാർ, ബ്രിട്ടീഷുകാരുടെ ഇത് കഴിഞ്ഞ് പട്ടാളക്കാർ, പിന്നെ സിന്ധികളുടെ സെറ്റിൽമെൻറ്റൊക്കെ ആയിരുന്നു. പാർട്ടീഷൻ കഴിഞ്ഞ് ഓടി വന്ന സിന്ധികളുടെ സെറ്റിൽമെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബാരക്സ് ഉണ്ട്, പട്ടാളക്കാർ താമസിക്കുന്ന ബാരക്ക് ഇങ്ങനെ ലൈനായിട്ടുണ്ട്. അതിലൊരു ബാരക്കിലെ മുറിയിലാണ് ഞാനും വേറെ 2-3 മുറികളിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് ബാച്ചിലേഴ്സായിട്ട്. അപ്പോൾ എനിക്ക് വേറെ ഒരു റൂംമേറ്റും ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ബാരക്കിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈതാനമാണ്, ഓപ്പൺ ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ കാലത്ത്, ഈ മഞ്ഞ് കാലത്ത് നമ്മൾ മുൻവശത്ത് വന്ന് നിന്നാൽ മിസ്റ്റാണ്, മൂടൽമഞ്ഞാണ് മുഴുവൻ. അവിടെ ചില കുതിരകൾ ഓടണമാണ്. അതൊരു വിഷ്വലാണ്. വിഷ്വൽ എന്നാൽ ഈ സിനിമക്കാർക്കൊക്കെ ലൊക്കേഷനൊക്കെ കിട്ടാവുന്ന വിഷ്വലാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അസാധ്യമായ ചില ഇമേജസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ചില കഥകൾ കേട്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് അമ്യൂണിഷൻ ഫാക്ടറി ഉണ്ടായിരുന്നു അവിടെയാണ് ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്നത്. അവിടെ അതിനപ്പുറത്തൊരു ഓറഞ്ച് തോട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുതിരകളുടെ വിഷ്വലും പിന്നെ കുറേ കോളനിയുടെ മഞ്ഞ കെട്ടിടങ്ങളും ഒക്കെ അക്കാലത്ത് എൻ്റെ മനസ്സിൽ കയറിയത് 61-ൽ. 76-ൽ ഞാനിത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഇതൊക്കെയാണ്. അതൊക്കെ ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ സിനിമക്കാർ ഷൂട്ടിന് വേണ്ടിയിട്ട് ലൊക്കേഷൻ തപ്പി പോക്കുന്ന പോലെ നോവലിനെ ലൊക്കേഷൻ വീണ് കിട്ടുകയാണ്. കാരണം ഈ ഒരു അൺറിയലായ ലൊക്കേഷൻ ഇപ്പം നമ്മൾ കേരളത്തിൽ സങ്കല്പിക്കാൻ പറ്റില്ല. നമുക്ക് ചൂടല്ലേ, ഇപ്പോൾ എന്നും ചൂടാണ്. നമ്മൾ മിസ്റ്റ് കണ്ടിട്ടില്ലല്ലോ, മൂടൽ മഞ്ഞില്ലല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഞാൻ 6 മാസം ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പക്ഷേ അത് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ കുതിരകളിങ്ങനെ തെളിഞ്ഞു വരും, മങ്ങിപ്പോവും, തെളിഞ്ഞു വരും, മങ്ങിപ്പോവും, എന്നിട്ട് തിരിച്ച് കുതിര ഇങ്ങോട്ട് ഓടും. അതൊരു അസാധ്യം. പല കാര്യങ്ങളാണ്. ഒന്ന് സ്ത്രീ കേന്ദ്രീകൃതമാണ്. ദേവി എന്നുള്ള ക്യാരക്ടർ, ദേവി എന്നുള്ള പേര് തന്നെ സ്ത്രീക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പേരാണ്. മറ്റൊന്ന് ഈ പാഞ്ചാലിയുമായുള്ള സാമ്യം. ഇതൊക്കെ കഴിഞ്ഞിട്ടും സാറിന് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ MDയുടെ മഞ്ഞില് വിമല പറയുന്നത് മാതിരി ഒരു എൻഡിങ് ആണ് ഇത് നിൽക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ഓപ്പണന്റഡ് ആണ്. ഓപ്പണന്റഡ് ആയിട്ട് നിർത്തുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ കൃതികളും ഓപ്പൺ എൻഡഡ് ആണ് പറഞ്ഞത്. കഥയായാലും നോവലായാലും മോസ്റ്റ്ലി കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ലീവ് ഇറ്റ് ടു ദ റീഡേഴ്സ് ടു കംപ്ലീറ്റ് ഇറ്റ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന വായനക്കാരന് എന്നേക്കാൾ കൂടുതൽ വിവരവും അറിവും ഉണ്ടെന്നാണ്. മച്ച് മോർ സെൻസിബിൾ ഓർ സെൻസിറ്റീവ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളിന് ഡിഫറെൻ്റായിട്ട് അവർക്കതിനെ പൂരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടേ ഓപ്പൺ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു, ഈ പാണ്ഡവപുരത്തിനെ പറ്റി ഒരു 50-60 ലേഖനങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? എൻ്റെ കഴിവല്ല, അവരുടെ കഴിവാണ്. അവരുടെ അൾട്ടിമേറ്റ്ലി
It is the responsibility of a writer to incite the imagination of the reader. If he could do it with a work, nothing like that. നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഫ്ലാറ്റായി പോയില്ലേ. ഇപ്പോൾ റിയലിസത്തിന് അങ്ങനെയല്ലേ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നത്. അവർ കഥ കണ്ട് പറഞ്ഞു പോയി, ആ കഥ അങ്ങ് തീർന്നു അവിടെ. ഇപ്പം ഞാൻ ആ കഥ ഇങ്ങനെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വായനക്കാരൻ്റെ ഉള്ളിലൊന്നുമില്ലല്ലോ. നമ്മൾ ചില സിനിമ കണ്ടാൽ ഓപ്പൺ എൻഡ് ആയിക്കഴിഞ്ഞാൽ അതെന്താ അങ്ങനെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങില്ലേ. അപ്പോൾ അതിൻ്റെ ബേസിക്കലി incomplete ആണ്. And I want it to be that way mostly because so that will make the readers or the lovers of art to think about it. ഇപ്പം നമ്മൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ ആയാലും നമ്മൾ എന്തുകൊണ്ട് that makes you think something is left for the book lover. നേരത്തെ ഭ്രമാത്മകതയുടെ കാര്യം പറഞ്ഞു, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് ദൂത് മാതിരിയുള്ള കഥകൾ. ഞാൻ കാണുന്ന രണ്ട് പ്രത്യേകത, ഒന്ന് വളരെ ഭ്രമാത്മകമാണ്, രണ്ട് അതിലൊരു പ്രഡിക്ഷൻ സ്വഭാവം കൂടെയുണ്ട്. കാരണം ഒരാള് ആഗ്രഹിക്കുന്നു, അയാള് രാത്രി ഒരു ഉച്ചക്കണ്ണ് മാത്രമുള്ള ഒരു പ്രതിമയെ കാണുന്നു. അതിൻ്റെ ഒരു സംഭവമുണ്ട്. അത് റിയൽ സംഭവമാണോ? അത് റിയൽ സംഭവം. അരവിന്ദൻ പറഞ്ഞ നമ്മുടെ ഡയറക്ടർ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. കോഴിക്കോട് ഉള്ള ഒരു സംഭവം അരവിന്ദൻ പറഞ്ഞു. അത് എഴുതിയിട്ട് ജി അരവിന്ദൻ. ഞാൻ അത് എഴുതിയിട്ട് വായിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അതായത് അരവിന്ദൻ്റെ ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു പാരഗണിൽ. അപ്പം ഞങ്ങളൊക്കെ കോഴിക്കോട്ട് പോകുമ്പോൾ വല്ലപ്പോഴും അവിടെയൊക്കെ പോകും. കുറേ നേരം ഈവനിങ്ങിലൊക്കെ വർത്തമാനം പറഞ്ഞ് സ്പെൻഡ് ചെയ്യും. അപ്പം അരവിന്ദൻ പറഞ്ഞൊരു കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ എക്സ്പീരിയൻസ്. പുള്ളി റബ്ബർ ബോർഡിൽ ജോലി ഉണ്ടായപ്പോൾ ഈ മലബാറിലെ കുറേ ഏരിയാസൊക്കെ അവർക്ക് ഇൻസ്പെക്റ്റ് ചെയ്യണം, അവരുടെ പ്ലാന്റേഷൻസൊക്കെ. അപ്പോൾ എവിടെയോ പോയപ്പോൾ പുള്ളിക്കൊരു പഴയ ചെടാക്ക ലാംബർ സ്കൂട്ടറുണ്ട്, അതിലായി പോകുന്നത്. അപ്പോൾ എവിടെയോ പോയപ്പോൾ അവിടെ ഒരു പറമ്പിൽ ഒരു വിഗ്രഹം കിട്ടി, ദേവി വിഗ്രഹം കിട്ടി. ദേവി വിഗ്രഹം കിട്ടിയപ്പോൾ അതൊരു നമ്പൂതിരിയുടെ മനയോ മറ്റായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ അരവിന്ദൻ്റെ വല്ല ഐഡിയാസ് ഉള്ളവരുടെ ആരെന്ന് ചോദിച്ചു. ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അവർ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിറയെ ചെളിയും പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്ത് അരവിന്ദൻ്റെ ഷോ കേസിൽ കൊണ്ടുവച്ചു. അപ്പോൾ ആ പാരഗൺ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സൊക്കെ വന്ന് കൂടുന്ന സ്ഥലമാണ്. വൈകുന്നേരമായ മദ്യപാനവും പാട്ടും ബഹളമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്യുവറായ സ്ഥലം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അരവിന്ദൻ പറയുന്നത് പുള്ളി അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് രാത്രി നോക്കുമ്പോൾ ആ ദേവിക്ക് ഒറ്റക്കണ്ണുണ്ടായിരുന്നു. ദേവി വിഗ്രഹമാണ്. ആ കണ്ണ് മിന്നുന്ന പോലെ തോന്നിയെന്നാണ് പറഞ്ഞു. അപ്പം ഞാൻ തമാശ പറഞ്ഞു, നിങ്ങൾ വെള്ളമടിച്ച് ഫിറ്റായിട്ട് തോന്നിയതായിരിക്കും. അരവിന്ദ് പറഞ്ഞ അല്ല സേതു, അതിനകത്ത് എന്തുണ്ട്. അപ്പോൾ അരവിന്ദ് ഇതുപോലുള്ള ഐഡിയാസിൽ ഭയങ്കര വിശ്വാസമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അങ്ങോട്ട് നോക്കാൻ പേടിയാണ്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പേടിയായി. എന്താ സംതിങ് ഇസ് ഹാപ്പനിങ്. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓഫീസിൽ പോയിക്കഴിഞ്ഞാലും മനസ്സ് ഉറക്കുന്നില്ല. അപ്പോൾ അരവിന്ദൻ്റെ ഗുരു എന്ന് പറയുന്നത് CN ശ്രീകണ്ഠൻ നായരാണ്. ശ്രീകണ്ഠൻ നായർ ഒരിക്കൽ ആ വഴി വന്നപ്പോൾ ചോദിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞു, അത് ശരിയാണ്, ഇതൊരു ശുദ്ധിയുള്ള സ്ഥലത്ത് വയ്ക്കേണ്ടതാണ്. എവിടെയോ മനക്കകത്ത് എവിടെയോ അതിനകത്ത് കിടന്നിരുന്ന സ്ഥലം അവരുടെ വല്ല അറപ്പരയിൽ വല്ല ഇരുന്നതായിരിക്കും. അതുകൊണ്ട് യു ഷുഡ് ത്രോ ഇറ്റ് ഔട്ട്. It's not your stuff and this is not the place of all the places. അപ്പോൾ ഒരു ദിവസം എന്നിട്ട് അരവിന്ദനും തിക്കോടിയനും കൂടിയിട്ട് കോഴിക്കോട് ബീച്ചിൽ കടപ്പുറത്ത് പോയി. കടപ്പുറത്ത് പോയിട്ട് അവർ തിരയുടെ അടുത്ത് പോയിട്ട് കടലിലേക്ക് എറിഞ്ഞെന്നാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് അവിടെ കിടക്കും. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നടക്കുക ഉണ്ടായിരുന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ 2 പ്രാവശ്യം പറ്റി. 3ാമത്തെ തവണ പുള്ളി തലയ്ക്ക് ചുറ്റും ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എറിഞ്ഞു, അതങ്ങ് പോയി എന്നാണ് പറയുന്നത്. ഈ കഥയാണ് ഞാൻ അതിനകത്ത് ഫിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് അരവിന്ദനത് വായിച്ചായിരുന്നു. പറഞ്ഞു, ഇതെങ്ങനെ കൃത്യമായിട്ട് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയത് അതൊരു കോയിൻസിഡൻസാണ്. പക്ഷേ അതിനാ സന്ദർഭത്തിന് നന്നായിട്ട് ഫിറ്റ് ചെയ്ത്. ഇങ്ങനെയാണ് എഴുത്തുകാരന് ഓരോന്ന് കിട്ടുന്നത്. നമ്മളറിയാതെ അരവിന്ദൻ എന്നോ കാഷ്വലായിട്ട് പറഞ്ഞൊരു സംഭവം. നമ്മൾ ആ കഥയിൽ ആ പയ്യൻ്റെ അച്ഛൻ്റെയൊക്കെ ആ ഒരു
മാനസികാവസ്ഥയിൽ നമുക്കത് ഫിറ്റ് ചെയ്യാൻ തോന്നി. അതാണ് ഒരു ഭാഗ്യം എന്ന് പറയുന്നത്.